അങ്ങനെ FC ഗോവയും സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ബെർത്ത് ഉറപ്പിക്കുന്നു. ഗോകുലത്തിനോട് ഗോ പറഞ്ഞാണ് ഗോവ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. 3-0 എന്ന് പറയുന്ന ഒരു ആധികാരിക വിജയം. ആ സ്കോർ പോലെ തന്നെ ഒരു വൺ സൈഡഡ് ഗെയിം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഗോവൻ്റെ ഒരു ഗെയിം എനിക്കിന്ന് കണ്ടപ്പോൾ മനസ്സിലായത് വളരെ സിമ്പിളായിട്ടാണ് ഗോവ കളിക്കുന്നത്. അവർക്ക് എന്താ പറയുക, ഇത്ര കൂളായിട്ട് സമീപകാലത്ത് ഗോവ കളിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു അപ്രോച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഗോവയ്ക്ക് കളിക്കാൻ സാധിച്ചു. ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളിൻ്റെ ലീഡ്, രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്നാമത്തെ ഗോളും വന്നു. 3 ഗോളും ഒരാളാണ് അടിച്ചത്. വിക്ക ഗൊറക്സേന ഹാട്രിക്കും തയ്ക്കുന്നു. അതല്ലാണ്ട് കൂടുതലായിട്ട് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഗോളിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ആണ്. റാച്ചിച്ചിനെ ഫൗൾ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. അത് ഇക്ക ഗൊറക്സേന പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഗോൾ ഒരു അടിപൊളി ഗോളായിരുന്നു. ആകാശ് ശംഗാറിൻ്റെ ഒരു സൂപ്പർ ക്രോസ് ഫസ്റ്റ് ടൈം തന്നെ അടിച്ചു. ഒരു കിഡിലൻ ഫിനിഷ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയാണ് 2-0 എന്ന നിലയിൽ മുന്നിലെത്തുന്നത്. ഗോകുലത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പകുതിയിലേക്കൊക്കെ വരുമ്പോഴാണ് ഒരു അവസരങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതെന്ന് തന്നെ പറയാൻ പറ്റും. അതുവരെ ഇപ്പം ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഗോകുലത്തിന് ഉതിർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സ്ട്രൈക്കേഴ്സ് ചേർന്ന് ഒരുക്കിയിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ലെഫ്റ്റിലൂടെയുള്ള റൺ, ഒരു ക്രോസ്, പക്ഷേ അത് ബാറിലിടിച്ച് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു ലോങ് റേഞ്ചർ ഷോട്ട് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഒരു അത്ര അപകടം വിതച്ചിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇക്ക ഗൊറക്സേനയുടെ മൂന്നാമത്തെ ഗോള്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളിയെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഗോളാണ്. കാരണം അവർ ബിൽഡപ്പ് ചെയ്യുന്നു ഗോവ, നിരവധി പാസുകൾ, സ്പേസ് കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അത് റാച്ചിച്ചിന് കൊടുത്ത് ജയ്ഗുപ്ത കൊടുക്കുന്നു. ജയ്ഗുപ്ത ഒരു ക്രോസ് കൊടുക്കുന്നു. അത് ഉദാന്ത സിംഗ് ഷോട്ട് എടുക്കാതെ ഫസ്റ്റ് ടൈമായിട്ട് തന്നെ അത് ഇക്ക ഗൊറക്സേനയ്ക്ക് കൊടുക്കുന്നു. ഇക്ക അത് ഗോളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പിന്നീട് ഗോവ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. പുതുമുഖങ്ങളെ അലൻ സജിയൊക്കെ അടക്കം കൊണ്ടുവന്നു. അലൻ സജി നമുക്കറിയാം കഴിഞ്ഞ സീസൺ മസ്റ്റ് വാച്ചൗട്ടിലൊക്കെ സംസാരിച്ചിട്ടുള്ള പ്ലെയറാണ്. സ്ട്രൈക്കറായിട്ട് വന്ന പ്ലെയറാണ്. അദ്ദേഹത്തിന് ഇഞ്ചുറി കാരണം സീസണിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. എന്താണെങ്കിലും സൂപ്പർ കപ്പിൽ അദ്ദേഹം ഒരു അരങ്ങേറ്റം കുറിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊരു നല്ല അവസരം ഉണ്ടായിരുന്നു. ഗൊറക്സേന സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഇതാണ്. എനിക്കൊന്ന് ഗൊറക്സേന അലൻ സജി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു സെക്കൻഡ് സ്ട്രൈക്കറോ അല്ലെങ്കിൽ കുറച്ച് ഒരു നമ്പർ 10 റോളിലോട്ടായ അലൻ സജിയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അലൻ സജി നല്ലൊരു ഷോട്ട് ഉതിർത്താണ്, പക്ഷേ അത് ഗോകുലത്തിൻ്റെ താരം ബ്ലോക്ക് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വൺ സൈഡഡ് ഗെയിമാണ്. ഗോവ വളരെ കൂളായിട്ട് ജയിച്ചു. ഒരു കൗണ്ടർ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. അതായത് ഇക്ക ഗൊറക്സേന മാത്രം മുന്നോട്ട് പോകുന്ന അവസരമാണ്. അവരുടെ ഒരുപാട് ഡിഫൻഡേഴ്സ് ഉണ്ട്. എന്നിട്ട് ഇക്ക ഗൊറക്സേന അടുത്ത പ്ലെയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ്. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് അവർ അതും ഒരു അപകടം വിതയ്ക്കുന്ന സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ്. സോ അതാ പറഞ്ഞ അത്ര ഒരു ഡിഫറൻസ് ഈ ഒരു മത്സരത്തിൽ വളരെ വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം ഗോകുലം പുറത്താകുന്നു, ഗോവ ക്വാർട്ടറിലേക്ക് പോകുന്നു. എന്താണ് ഈ ഒരു മത്സരം കണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.